നിങ്ങൾക്ക് കോള് വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. അതിന് ഭാര്യയും ഭർത്താവും ആയില്ലല്ലോ. നിനക്കെന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സിൽ നീ എന്റെ ഭാര്യയായി കഴിഞ്ഞു. പ്രിയഞ്ചേട്ടൻ പോവാൻ നോക്ക്. ആരെങ്കിലും എഴുന്നേറ്റ് പ്രിയഞ്ചേട്ടൻ അവിടെ ഇല്ലെന്ന് കണ്ടാ ആകെ പ്രശ്നമാവും. ആരും എഴുന്നേക്കാൻ പോകുന്നില്ല. ഞാൻ രാവിലെ വരെ ഇവിടെ ഇരുന്നിട്ട് അമ്മ എഴുന്നേക്കാറാവുമ്പോ താഴേക്ക് പോവാം. പാറു സുഖമായിട്ട് കിടന്നുറങ്ങിക്കും. കിടന്നു. അമ്മാവൻ നാളെ പോവൂ. കുറച്ചു ദിവസം കൂടി നിന്നിരുന്നെങ്കില് അമ്മയ്ക്ക് സന്തോഷാവുമായിരുന്നല്ലേ? അമ്മാവൻ എന്തിനാ വന്നതെന്നറിഞ്ഞ നിന്റെ ഈ സന്തോഷമൊക്കെ പോകുമെന്ന് എനിക്കറിയാം. നിന്നെ വേദനിപ്പിച്ചിട്ട് എനിക്കൊന്നും നേടണ്ട. നാളെ തന്നെ അമ്മാവനോട് ഞാൻ എല്ലാം തുറന്നു പറയും. വെറുതെ തുളസിക്ക് ഒരു പ്രതീക്ഷ കൊടുക്കുന്നതും തെറ്റല്ലേ? ഇവനിതെവിടെ പോയി? പ്രിയ, പ്രിയ, എന്താ മാമ രാത്രി ടെറസിലോട്ട് പോന്നേ? പ്രിയനെ മുറിയിൽ കാണാനില്ല, അതാ അന്വേഷിച്ചിറങ്ങിയത്. ഇനിയിപ്പോ ടെറസിലും കൂടി നോക്കാനുള്ളൂ. നീ ടെൻഷൻ അടിക്കണ്ട മോഹന. നാളെ ഞാൻ കൈലാഷ് സാറിനോട് പറഞ്ഞ് എല്ലാം ശരിയാക്കിക്കോളാം. ആ ശരി ശരി ശരി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അമ്മാവൻ എഴുന്നേറ്റോ? നിന്നെ കാണാത്തപ്പോ ഞാനൊന്ന് പേടിച്ചു. എനിക്ക് മോഹന്റെ ഒരു കോള് വന്നു. അവിടെ വെച്ചെടുത്ത അമ്മാവന്റെ ഉറക്കം പോകല്ലോ എന്ന് കരുതി ഞാൻ ഇങ്ങോട്ട് വന്നു. ശരി, എന്നാ പോവാം. മോന് എന്നോടെന്തോ പറയാനുള്ളത് പോലെ എനിക്ക് തോന്നി. ശോഭയുടെ മുമ്പിൽ വെച്ച് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോ. ഈശ്വര, പാറുകൾക്ക് കല്യാണക്കാര്യം പറഞ്ഞ ആകെ പ്രശ്നവും. ഇപ്പൊ എന്താ ചെയ്യാ? അതൊക്കെ നമുക്ക് നാളെ വിസ്തരിച്ച് സംസാരിക്കാം. അമ്മാവനെ ഞാൻ സ്റ്റേഷനിൽ കൊണ്ടാക്കാം. അവിടെ വെച്ച് സമാധാനമായിട്ട് സംസാരിക്കാം. എന്നാ ശരി, വാ. അവിടെ തന്നെ നിന്നോ, ഞാനേ അങ്ങോട്ട് പോയിട്ട് അവിടേക്ക്. പ്രിയ, വരുന്നമ്മാവാ.
അമ്മാവൻ പോ റെഡിയായില്ലേ? അമ്മാവൻ എപ്പോഴേ റെഡിയായതാ. അമ്മ ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് വെറുതെ സമയം കളയുവാ. സ്റ്റേഷനിൽ നേരത്തെ എത്തിയിരുന്നെങ്കിൽ പാറുവിന്റെ കാര്യം നൈസായിട്ട് അമ്മാവനോട് അവതരിപ്പിക്കാന്നാ ഞാൻ കരുതിയിരുന്നത്. അമ്മ ഇങ്ങനെ വൈകിപ്പിച്ച സ്റ്റേഷനിലെത്തിയാൽ നേരെ വണ്ടി കയറ്റി വിടേണ്ടി വരും. ഒന്നും സംസാരിക്കാൻ സമയം കിട്ടില്ല. അമ്മ കരുതിക്കൂട്ടി അമ്മാവനെ വൈകിപ്പിക്കുന്നതായിരിക്കും. എന്തിന്? നീ കല്യാണത്തിന് ഒഴിഞ്ഞു മാറാൻ എന്തെങ്കിലും നമ്പർ ഇറക്കുമെന്ന് അമ്മയ്ക്ക് സംശയം തോന്നിക്കാണും. നീ ഉടായിപ്പാന്ന് അമ്മയ്ക്കും അറിയാലോ. നീ ഒന്ന് പൊടി. ആ പോവാ അമ്മാവാ. അല്ല, ട്രെയിൻ 10 മണിക്കല്ലേ? അതിനെന്തിനാ ഇപ്പോഴേ പോകുന്നത്? സിറ്റിയിലെ ട്രാഫിക്കിന്റെ കാര്യമല്ല അമ്മേ. ബ്ലോക്ക് വല്ലതും കിട്ടിയ ട്രെയിൻ മിസ്സാവും. എന്നാ പോവാ അമ്മാവാ. ആ അതിന് നീ എന്തിനാ ബൈക്കിൽ കയറുന്നത്? അല്ല, അമ്മാവനെ ഡ്രോപ്പ് ചെയ്യണ്ടേ? അതൊന്നും വേണ്ട. ഈ പ്രായത്തില് ഏട്ടൻ നിന്റെ ബൈക്കിന്റെ പുറകിൽ വലിഞ്ഞു കയറി പോണോ? അതൊക്കെ ഏട്ടന് ബുദ്ധിമുട്ടാവും. അമ്മേ, സമയം വൈകി. അമ്മാവൻ സ്റ്റേഷനിൽ എങ്ങനെ എത്താനാ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ ഏട്ടനെ ഓൺലൈനിൽ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. 1 മിനിറ്റിലെത്തും. അമ്മയെ ഫോൺ ഉപയോഗിക്കാൻ പഠിപ്പിച്ചത് ഇത്രയും വലിയ പാരയാവുന്നു ഞാൻ കരുതിയില്ല. എന്നാ ഞാനും അമ്മാവന്റെ കൂടെ സ്റ്റേഷനിലേക്ക് പോവാം. എന്തിന്? അമ്മാവൻ എന്താ ചെറിയ കുട്ടിയാണോ ട്രെയിന് കയറ്റിവിടാൻ? നിനക്ക് കമ്പനിയിലേക്കും പോണ്ടേ? നീ ടാക്സിയിൽ സ്റ്റേഷൻ വരെ പോയി തിരിച്ച് വീട്ടിൽ വന്ന് ബൈക്ക് എടുത്തിട്ട് വേണ്ടേ കമ്പനിയിലേക്ക് പോവാൻ? ശരിയാ മോനെ, ഇത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. നിനക്കെന്നെ കൊണ്ടുവിടാൻ തോന്നിയല്ലോ, അത് തന്നെ ധാരാളം. ആ ദേ ടാക്സി വന്നല്ലോ. എന്നാ ശരി, ഞാൻ ജോത്സ്യരെ കണ്ടിട്ട് നിന്നെ വിളിക്കാം. ശരി ഏട്ടാ. എന്നാ പോട്ടെ മക്കളെ. ശരി. ഡാ, അവിടെ നിക്ക്. നീ എന്തിനുള്ള പരിപാടി ആയിരുന്നു? എന്ത് പരിപാടി? ദേ, എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന് കരുതരുത്.